ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട ജില്ലയിലെ പോലീസ് മേധാവികളോട് പറയാനുള്ളത്, നിങ്ങൾ ന്യായമായി നീതിയുക്തമായി പോലീസ് നിയമം നിർവഹിക്കാൻ വേണ്ടി തയ്യാറാവുകയാണെങ്കിൽ അത് ഏകപക്ഷീയമായി പോകരുത്. അവിടെ രണ്ട് കൂട്ടരുണ്ടായിരുന്നു, രണ്ട് കൂട്ടരും നമ്മൾ തർക്കമുണ്ടായിട്ടുണ്ട്, പ്രശ്നമുണ്ടായിട്ടുണ്ട്, പരസ്പരം വഴക്കുണ്ടായിട്ടുണ്ട്, അവിടെ കല്ലേറുണ്ടായിട്ടുണ്ട്, ഞങ്ങൾ കുറേ ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, കുറേ ആളുകൾ പോലീസിന് പരിക്ക് പറ്റിയിട്ടുണ്ട്, കുറേ SFIക്കാർക്ക് യാഥാർത്ഥ്യമാണ്, ഞങ്ങളെ തള്ളിക്കളയുന്നില്ല. പക്ഷേ അത് മുഴുവൻ ഏകപക്ഷീയമാണ്. അവിടെ മറ്റുള്ളവരൊക്കെ MSFകാരും KSUകാരും മാത്രമാണ് അക്രമം അഴിച്ചുവിട്ടത് എന്ന SFI സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെൻറ്റിന് പിന്തുണ പ്രഖ്യാപിച്ച് CPM നേതാക്കന്മാരുടെ സമ്മർദ്ദത്തിന് ശ്രമിച്ചിട്ട് പോലീസ് അങ്ങനെ ഏകപക്ഷീയമായി പെരുമാറിയാൽ ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, നീതി കിട്ടാതെ പോയാൽ പിന്നെ നീതി കിട്ടാതിരിക്കുന്ന ഒരു ജനത അവർ പ്രതികരിക്കാൻ വേണ്ടി തുടങ്ങിയാൽ ഞങ്ങളെ കുറ്റപ്പെടുത്തരുത് എന്ന് ആമുഖമായി ഈ വിഷയത്തിൽ സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇതാണ് കാലിക്കറ്റ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതിൻ്റെ ഓരോ ഘട്ടങ്ങളും കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം കേൾക്കണം. എനിക്ക് അതിൽ പറയാനുള്ളൊരു കാര്യം, ആദ്യം വോട്ടർ പട്ടിക അട്ടിമറിക്കാൻ ശ്രമിച്ചു, അത് തെളിവ് സഹിതം പരാതി കൊടുത്തു, പുതിയ വോട്ടർ പട്ടിക ഇറക്കി, പിന്നെ റിട്ടേണിംഗ് ഓഫീസർമാരെ വെച്ചു, അവർ സഖാക്കളാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ പരാതി കൊടുത്തു, SFI നേതാക്കന്മാരായിരുന്നു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു. അത് ശരിവെച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി ഒബ്സർവർമാരെ വെച്ചു. ആ ഒബ്സർവർമാരിൽ 5 പേരിൽ 2 പേർ CPMകാരായതുകൊണ്ട് 2 പേരെ മാത്രം കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് കയറ്റി, 3 പേരെ കയറ്റാതിരുന്നു. അത് കഴിഞ്ഞ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേവരില്ലാത്ത വിധം ബാലറ്റിൽ നമ്പറിടാത്ത ബാലറ്റുമായി വോട്ടിംഗ് നടത്തി. അത് കഴിഞ്ഞ് റിട്ടേണിംഗ് ഓഫീസർ ഒപ്പിടാത്ത ബാലറ്റ് പേപ്പറുകൾ കൗണ്ടിംഗ് സമയത്ത് നമ്മൾ കണ്ടു. ബാഗിൽ അത് അങ്ങോട്ട് കൊണ്ടുവന്നതാണ് എന്ന് വീഡിയോ സഹിതം പുറത്തു വന്നു. അതുകൊണ്ട് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം ഈ SFIയുടെ പരാജയ ഭീതിയിലുള്ള ഈ അട്ടിമറികളെ തിരിച്ചറിയണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ പറയുന്ന അട്ടിമറി ശ്രമങ്ങൾ നടത്തിയത്. അദ്ദേഹം കൗണ്ടിംഗ് സ്റ്റേഷൻ അകത്തുള്ള വീഡിയോ, കൗണ്ടിംഗ് സ്റ്റേഷൻ അകത്തുള്ള ഫോട്ടോസ് ഇത് മുഴുവൻ ലഭ്യമാണ്. പരാജയപ്പെട്ടു പോകുമ്പോൾ ഇത്തരത്തിൽ അല്പത്തരം കാണിക്കുന്നത് SFI നേതാക്കന്മാർ അവസാനിപ്പിക്കണം എന്ന് MSF ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾ പറയുന്നത് ഈ ക്രൂരതയെ കേരളത്തിലെ ഞങ്ങൾക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, അവിടെ ആ വിദ്യാർത്ഥികളുടെ മുമ്പിലൊക്കെ പട്ടിക എടുത്ത് കുട്ടികളെ തലതല്ലി പൊളിച്ച ഒരാളെ വലതുഭാഗത്ത് ഇരുത്തിയിട്ടാണ് ഞങ്ങൾ വെള്ളരിപ്രാവുകളാണ് എന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറയാൻ വേണ്ടി ശ്രമിച്ചത്. എനിക്ക് SFIയുടെ വിദ്യാർത്ഥികളോടാണ് പറയാനുള്ളത്, SFIയുടെ സാധാരണ മെമ്പർഷിപ്പുള്ള വിദ്യാർത്ഥികളോട്, നിങ്ങളെ നിരന്തരമായി വിഡ്ഢികളാക്കുന്ന, നിങ്ങളെ നിരന്തരമായി മണ്ടന്മാരാക്കുന്ന ഒരു നേതൃത്വമാണ് നിങ്ങൾക്ക് മുമ്പിലുള്ളതെന്ന് തിരിച്ചറിയാൻ നിങ്ങൾ കഴിയണം. ഞാൻ കാണിച്ച വീഡിയോ, ഞാൻ കാണിച്ച ഫോട്ടോസ് ഇതൊക്കെ ജീവിച്ചിരിക്കുന്ന തെളിവുകളാണല്ലോ. ഈ തെളിവുകളൊക്കെ ഉണ്ടായിരിക്കെ പച്ച കള്ളം പറയാൻ ഒരു മടിയുമില്ലാത്ത ഒരു നേതാവായി SFIയുടെ സംസ്ഥാന നേതാക്കന്മാർ മാറി. നമുക്കറിയാം, കണ്ണൂർ സർവകലാശാല തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ SFIയുടെ ജോയിൻറ്റ് സെക്രട്ടറിയായി മത്സരിച്ച വിദ്യാർത്ഥി കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി വന്നു. അവിടുന്ന് ഇറങ്ങി ഓടി, പോലീസ് പിടിച്ചു വെച്ചു. നിങ്ങളുടെ കണ്ണൂരിലെ മാധ്യമപ്രവർത്തകർ മുഴുവൻ അതിന് വീഡിയോ എടുത്തു. ആ കുട്ടിയോട് ചോദിച്ചു, നിങ്ങൾ SFIയുടെ പ്രവർത്തകയാണോ? ആ കുട്ടി പറഞ്ഞു, ഞാൻ SFIക്കാരിയേ അല്ല എന്ന് പറഞ്ഞു. വൈകുന്നേരം റിസൾട്ട് വന്നപ്പോൾ SFIയുടെ ജോയിൻറ്റ് സെക്രട്ടറിയായി ഇതേ സംസ്ഥാന സെക്രട്ടറി മാലയിട്ട് ആ കുട്ടിയെ സ്വീകരിക്കുന്ന ഘട്ടം നമ്മൾ കണ്ടു. എന്ന് വെച്ചാൽ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ യുക്തിബോധത്തെ, മാധ്യമങ്ങളുടെ കണ്ണുകളെ, ക്യാമറകളെ, കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളെ ഇവരുടെ വെല്ലുവിളിക്കാണ് SFI ചെയ്യുന്നത്. ഉച്ചക്ക് പറയാണ് ഇവർ ഞങ്ങൾ കൂട്ടത്തിൽപ്പെട്ടവരെ അല്ലാന്ന്, വൈകുന്നേരം മാലയിട്ട് സ്വീകരിക്കാൻ. ഈ കപടതയെ, ഈ നുണയന്മാരുടെ നുണ പറയുന്ന SFI നേതൃത്വത്തെ വിദ്യാർത്ഥികൾ തിരിച്ചറിയണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്.